ഇതാണ് ആ വീടിൻ്റെ ഉൾഭാഗം. ഇത് കാണിക്കാൻ വേണ്ടി ഒരു ഭീകരത മനസ്സിലാക്കണമെങ്കിൽ നമ്മളിതിൻ്റെ താഴ്ഭാഗത്ത് ആ കല്ലുകൾ കാണുന്നിടത്തിൻ്റെ തറ നമുക്ക് കാണാൻ പറ്റും. അതിനോട് ചേർന്ന് തറയോട് ചേർന്നിരിക്കുന്ന കോൺക്രീറ്റ് ഇട്ട ടൈലിട്ട ഭാഗം. അതിൽ കഴിഞ്ഞ് ഈ ഭിത്തി ഇടിഞ്ഞ് താഴ്ന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഭീകരമായിട്ടാണ് സംഭവിച്ചതെന്ന് നോക്കുക. അതായത് ആ വാർക്കയും നിലവിലുള്ള വാർക്കയുടെ ഭാഗവും ആ തറയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 5 അടി താഴെ എത്തുന്ന രീതിയിലാണ്. ഇതിനിടയിലാണ് അവർ കുടുങ്ങിക്കിടന്നത് എന്നുള്ളതാണ് വസ്തുത. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ JCB ഉപയോഗിച്ചുകൊണ്ട് തറ മാന്തി നിലവിൽ അവർ നിന്ന ഹൈറ്റിനൊപ്പം എത്തിച്ചിട്ട് എവിടെ നിന്ന് എത്തിയാണ് അവരെ പുറത്തേക്കെടുക്കാൻ സാധിച്ചത്. ആദ്യഘട്ടത്തിൽ മറ്റൊരു വശത്തു നിന്ന് എത്തിയായിരുന്നു. ആ വശത്തു നിന്ന് എത്തിയായിരുന്നു അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയത്. അന്നേരം ആ സമയത്ത് സന്ധ്യയെ പുറത്തിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് നടന്നുകൊണ്ടിരുന്നത്. രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് ബിജുവിന് വേണ്ടിയിട്ടുള്ള ദൗത്യമായി മാറി. ബിജുവിന് വേണ്ടിയിട്ടുള്ള ദൗത്യം നടക്കുന്ന സമയത്താണ് പൂർണ്ണമായിട്ടും ഈ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ എത്തേണ്ട അവസ്ഥ വരുന്നത്. അതായത് ഇത്രത്തോളം പ്രശ്നങ്ങൾ വരുന്ന രീതിയിൽ ഉണ്ടായിരുന്ന കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ഈ കെട്ടിടത്തിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം നമുക്ക് അനുഭവപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് വന്നത്. അതായത് ഈ കെട്ടിടം പൂർണ്ണമായും തകർന്നു എന്ന് തന്നെ പറയാം. ഇതിനകത്ത് ഞെരിഞ്ഞമർന്നിരിക്കുകയായിരുന്നു അവർ എന്ന് ഈ കാഴ്ച കാണുമ്പോൾ നമുക്ക് അത് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. മാത്രമല്ല ഭീമിൻ്റെയൊക്കെ അവസ്ഥ, അതായത് ഇതെല്ലാം അവരുടെ ദേഹത്ത് പതിക്കുകയും മറ്റുമൊക്കെ ആയിട്ടുണ്ടായിരുന്നതാണ്. ഇത്തരം മുട്ടികളൊക്കെ വച്ചിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇത് ബാലൻസ് ചെയ്ത് നിർത്താനൊക്കെ ശ്രമിച്ചിരുന്നത്. പക്ഷേ അത് സന്ധ്യയുടെ കാര്യത്തിൽ വിജയിച്ചു. ബിജുവിൻ്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് ആ വിജയം നേടിയില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ നമ്മൾ അല്പസമയങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ആ ദുഃഖ വാർത്തയുടെ വ്യാപ്തി അത്രത്തോളം ഉണ്ട് എന്നുള്ളതാണല്ലോ. എന്താണെങ്കിലും വലിയൊരു ദൗത്യം നേരത്തെ പറഞ്ഞ പോലെ, പ്രജിൻ പറഞ്ഞ പോലെ തന്നെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെയാണ് ഇവിടെ നടന്നത്. NDRFൻ്റെ സംഘം, ഫയർഫോഴ്സിൻ്റെ സംഘം, നാട്ടുകാരടങ്ങുന്ന വലിയൊരു ദൗത്യ സംഘം, അങ്ങനെ ഒരുപാട് പേർ ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് പുറത്തേക്ക് സന്ധ്യയെങ്കിലും എത്തിക്കാൻ സാധിച്ചത് എന്ന് തന്നെ വേണം പറയാൻ. ആ ദൗത്യം എന്തായാലും ബിജുവിൻ്റെ കാര്യത്തിൽ പൂർണ്ണ തോതിലുള്ള നേരത്തെ ലാൽ അവിടെ എത്തിയ സമയം തൊട്ട് ലാൽ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ലാൽ അടക്കമുള്ള നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഒരുപക്ഷെ ഒരുപാട് വീടുകൾക്ക് മുകളിൽ നിന്നാകാം. കാരണം മണ്ണിടിഞ്ഞ് അത്രമാത്രം വലിയ ഒരു അപകടം അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ മണ്ണിനടിയിൽ മറ്റ് വീടുകളുണ്ട്. ഭാഗ്യത്തിന് ആ വീടുകളിൽ ആരും ഇല്ല. ആ വീടുകളിലുള്ളവരൊക്കെ നേരത്തെ തന്നെ ക്യാമ്പിലേക്ക് മാറിയിരുന്നു എന്നുള്ളതാണ് ആശ്വാസം. നമുക്ക് ഈ രാത്രിയിൽ ഒരുപക്ഷെ അത് വ്യക്തമാകില്ല എങ്കിൽ കൂടി അവിടെ നിന്ന് നോക്കുമ്പോൾ മറ്റ് വീടുകളുടെ ഒരു സൂചന പോലും ഇല്ലാത്ത വിധം മണ്ണിടിഞ്ഞ് കിടക്കുകയാണോ അവിടെ? നമ്മൾ നിൽക്കുന്ന വീട്, അതായത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ബിജുവിൻ്റെ വീടിൻ്റെ സൈഡിലാണ്. ആ വീടിൻ്റെ നേരെ എതിർവശത്ത് ഒരു വീടുണ്ട്. ആ വീടിൻ്റെ മേൽക്കൂരയോളം പൊക്കത്തിലാണ് നിലവിൽ മണ്ണ് പൊങ്ങി നിൽക്കുന്നത് എന്ന് മനസ്സിലാകും. അതായത് മറ്റൊരു വീടിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്ന കാഴ്ചയാണിത്. അതിനോട് മുന്നിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിന് സമീപത്തുണ്ടായിരുന്ന വീടുകളെല്ലാം എവിടെയാണ് എന്നൊരു ചോദ്യം ഇനി ബാക്കിയാണ്. ഈ വീടിന് മുകളിലേക്ക് മരങ്ങൾ മറിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. സൈഡിലും മുഴുവൻ മണ്ണ് വീണ് കിടക്കുന്നുണ്ട്. ഇതിനപ്പുറത്തും വീടുകളുണ്ടായിരുന്നു. നമ്മൾ കുറച്ചുകൂടി പകൽവെട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വ്യക്തമാകുന്ന രീതിയിലായിരിക്കുമെന്ന് തോന്നുന്നു. അതായത് ആദ്യം നിന്നത് ഒരു വീടിൻ്റെ മുകളിലായിരുന്നു എന്ന് വ്യക്തമായത് ആ ഭാഗത്ത് അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു. അതിനും തൊട്ടു മുന്നിൽ നമ്മൾ നിന്നതിൻ്റെ മുന്നിലും പിന്നിലും വശങ്ങളിലുമായിട്ട് വീടുകളുടെ അവശിഷ്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഇപ്പോൾ ലാൽ നിൽക്കുന്ന ഈ അപകടമുണ്ടായ മേഖല, ഇതിന് തൊട്ടു മുകളിൽ ഈ പുതിയ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ദേശീയപാത, അതിന് മുകളിലുള്ള ഒരു 40 അടി മുകളിൽ നിന്നാണ് മണ്ണിടിഞ്ഞ് ആ മൺതിട്ട ഇടിഞ്ഞ് താഴേക്ക് വീണത്, അങ്ങനെയല്ലേ? അതെ, പ്രജിൻ പറഞ്ഞ പോലെ തന്നെ. അതായത് ദേശീയപാത പോകുന്നതിൻ്റെ താഴ്ഭാഗത്താണ് നമ്മൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ, ദേശീയപാതയുടെയും മുകളിലാണ് ഈ കുന്ന് എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗത്താണ് വിള്ളൽ രൂപപ്പെടുകയും ആ ഭാഗം താഴേക്ക് പതിക്കുകയും ചെയ്തു. അത് ദേശീയപാതയും താണ്ടി
താഴേക്ക് വന്ന് ഇവിടെയുള്ള വീടുകളിലേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. മുകളിൽ നിന്ന് താഴേക്ക് വന്ന ഒരു വലിയ മൺതിട്ട അല്ലെങ്കിൽ ഒരു കുന്ന് എന്ന് തന്നെ പറയാം. മൺതിട്ട എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ചെറുതായി പോവും. ഒരു കുന്ന് വന്ന് പതിച്ചതാണ് താഴേക്ക്. ആ കുന്നാണ് ഈ ഒരു നാടിനെ ഇല്ലാതാക്കി മുന്നോട്ട് പോയത് എന്ന് തന്നെ വേണം പറയാൻ. ഇവിടെ ഒരുപാട് ക്രമീകരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഇനിയും നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അവശിഷ്ടങ്ങളായിട്ട് ബാക്കി പത്രങ്ങളായിട്ട് നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് കണ്ടെത്താൻ കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.